മെയ് 4 വൈകുന്നേരം 6:30 കണ്ണൂർ മാധവറാവു സിന്ധ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ കെ പ്രമോദ് സക്സസ് സ്റ്റോറിയിൽ എത്തുന്നു. കൊണ്ടും കൊടുത്തും ഒരു മനസ്സും രണ്ട് ശരീരവുമായി വീറോടെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ നയിച്ച കെ സുധാകരന്റെയും മമ്പ്രം ദിവാകരന്റെയും പിണക്കത്തിന്റെ പിന്നിലെ രഹസ്യങ്ങളിലേക്ക്. രാജകുടുംബാംഗമായ മാധവറാവു സിന്ധ്യയുടെ പേരിൽ കണ്ണൂരിൽ ചാരിറ്റബിൾ ട്രസ്റ്റും ആശുപത്രിയും പിറന്നത് എങ്ങനെ? കെ സുധാകരന്റെ ഏറ്റവും വലിയൊരു ബലമായിരുന്നു അന്ന് DCC ഓഫീസ് കൈകാര്യം ചെയ്ത് കെ സുധാകരൻ പ്രസിഡന്റ് ആയിരിക്കും. കെ സുധാകരനെ പ്രസിഡന്റ് ആക്കുന്നതിൽ അതെല്ലാം ശരി, അല്ല അത് ശരി. ഞാൻ പറയുന്ന അതിലും ഉപരിയല്ലേ ഇത്. ഒരു DCC ഓഫീസ് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ ഒരാളെ നിയന്ത്രണം വേണം. കെ സുധാകരനെ പോലത്തെ കൂട്ടരെല്ലാം നിരന്തരം പരിപാടികളായി പോകുമ്പോൾ ഇവിടെ ഇരുന്ന് കൈകാര്യം ചെയ്യാൻ ഇവിടെ താമസിച്ച് അത് ചെയ്ത ആളാണ് ദിവാകരൻ. എന്തുകൊണ്ടാണ് ഈ ദിവാകരനും സുധാകരനും തമ്മിലുള്ള ബന്ധം? കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയും. ആരാ അത് മുതലെടുത്തത്? ശരി, അത് ഒരിക്കലും അല്ല. ഓരോ രണ്ടാളും ഒന്നിക്കേണ്ട ആൾക്കാരാണ്. പക്ഷെ നമ്മളെ പൊളിറ്റിക്സിൽ ഒരു കാര്യമുണ്ട്, ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് പറഞ്ഞ് വലുതാക്കി തെറ്റിക്കും. പക്ഷെ നമ്മളെ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉടലെടുത്തു. അതായത് നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റി കൂടിയിട്ട് വരും, നമുക്കൊരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങാം. അതായത് എല്ലാവരും പേര് രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി അങ്ങനത്തെ പേരാണല്ലോ നമ്മളെ എപ്പോ അങ്ങനെയല്ലേ. ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇഷ്ടം പോലെ പേരുണ്ട്, നമുക്ക് മാധവറാവു സിന്ധ്യന്റെ പേര് അവരുടെ രാജകുടുംബാന്ന് അവിടുന്ന് പെർമിഷൻ വാങ്ങേണ്ടി വരും. നമ്മൾ കേരളത്തിൽ ഒരു കണ്ണൂർ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി തുടങ്ങുന്നതിന് പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് അന്നേരം പിന്നെ ആലോചിക്കാം. അങ്ങനെ പേര് സെലക്ട് ചെയ്തു, മാധവറാവു സിന്ധ്യ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. 13 വർഷം ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്ക് സൗജന്യ ഭക്ഷണം, ആയിരക്കണക്കിന് കുട്ടികൾക്ക് 14 വർഷം സൗജന്യ യൂണിഫോം വിതരണം, 10,000-ലധികം കുട്ടികൾക്ക് ഗാന്ധിജിയുടെ ആത്മകഥ വിതരണം. PT ഉഷയുടെ സഹപാഠിയായ പ്രമോദിന് ബസ് കണ്ടക്ടറാകാനായിരുന്നു മോഹം. പിതാവിന്റെ ആഗ്രഹം പ്രിയപുത്രനെ ടൈലറാക്കാൻ. എന്നാൽ കെ പ്രമോദ് കടന്നു വന്നത് വേറിട്ട വഴികളിലൂടെ. കെ പ്രമോദ് എന്ന രാഷ്ട്രീയ നേതാവിനെ അറിയാൻ, സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തകനെ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.